ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു. ഷോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ദ സ്ട്രോങ്ങസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആസ്തി എന്താണ്? വീടോ, കാറോ, സ്വർണമോ, ഇതിലേതെങ്കിലും ആണോ? ഇതെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് അല്ലേ? പക്ഷെ ഒരു കാര്യം മാത്രം ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാനായിട്ട് കഴിയില്ല. എന്താണ് ആ കാര്യം? അത് നിങ്ങളുടെ അറിവും കഴിവും അനുഭവങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവുമാണ്. ഇതൊന്നും ആർക്കും നമ്മളിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ നിക്ഷേപകരിൽ ഒരാളായിട്ടുള്ള വാറൻ ബഫറ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? The best investment you can make yourself is investment in yourself എന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിൽ തന്നെ ചെയ്യുന്ന നിക്ഷേപം ലോകത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അതിനുള്ള റീസൺ എന്താണ്? ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ കഥ കേട്ടാലോ? ഒരു ഗ്രാമത്തിലെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അമീനും റാഷിദും. രണ്ടുപേരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. ഒരേ ശമ്പളം, ഒരേ ജീവിതം, ഒരേ സമയം. ഒരു ദിവസം രണ്ടുപേർക്കും ആ ഒരു കമ്പനിയിൽ നിന്ന് 50,000 രൂപ ബോണസ് ലഭിച്ചു. റാഷിദ് ചിന്തിച്ചു, ഇത്രയും കാലം കഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അവൻ പുതിയ ഫോൺ വാങ്ങി, വില കൂടിയ വാച്ച് വാങ്ങി. ഒരു മാസം കൊണ്ട് അവൻ കിട്ടിയ ആ പൈസ ഫുള്ള് തീർന്നു. അമീനാകട്ടെ വേറെ ഒരു രീതിയിൽ ചിന്തിച്ചു. അവൻ വിചാരിച്ചു, ഈ പണം എൻ്റെ ഭാവിയെ മാറ്റാനായിട്ട് ഞാൻ ഉപയോഗിക്കും. അവനൊരു ഓൺലൈൻ കോഴ്സിന് അവൻ ചേർന്നു. ഒരു പുതിയൊരു സ്കില്ല് പഠിക്കാനായിട്ട് അവൻ ആ തുക യൂട്ടിലൈസ് ചെയ്തു. അവൻ എന്തിനാ ചേർന്നത്? അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചു, അവൻ്റെ പബ്ലിക് സ്പീക്കിംഗ് അവൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ബുക്സുകൾ വാങ്ങി ഓരോ ദിവസവും ഓരോ മണിക്കൂർ അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ മാറ്റിവെച്ചു. സ്വയം വളരാനായിട്ട് അവൻ ശ്രമിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ റാഷിദ് ഒരേ ലെവലിലാണുള്ളത്. അവനൊരു മാറ്റവും ഉണ്ടായില്ല. അവനൊന്നിനും ശ്രമിച്ചില്ല. അതേ ശമ്പളം, അതേ പരാതികള്. പക്ഷെ അമീനാകട്ടെ പുതിയൊരു ജോലി ലഭിച്ചു, ഉയർന്ന ശമ്പളം, കൂടാതെ അവൻ ഫ്രീലാൻസിങ്ങും ആരംഭിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആളുകൾ അവനെ ആദരിക്കാൻ തുടങ്ങി. എല്ലാവരും അവനെ ബഹുമാനിക്കാനായിട്ട് തുടങ്ങി. കാരണം അവൻ പണം ചെലവഴിച്ചില്ല. പകരം അവൻ എന്ത് ചെയ്തു? ആ പണം അവനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അവനെ വളർത്താനായിട്ട് അവൻ ആ പണം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആൾക്കാരും പണം സമ്പാദിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത് അല്ലേ? പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സ്വയം മെച്ചപ്പെടുത്താനായിട്ടാണ് അവര് ആ പണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായിരിക്കണം. അങ്ങനെയാണ്. നിങ്ങൾ വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ വരുമാനവും വളരും. അതിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ എന്തിലാണ് നിക്ഷേപിക്കേണ്ടത്? നിങ്ങൾ നിക്ഷേപിക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവുകൾ വളർത്താനായിട്ട് നിങ്ങൾ നിക്ഷേപിക്കുക. ഓരോ മാസവും ഒരു പുസ്തകം നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഒരു നല്ല കോഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പാഷൻ ആയിട്ടുള്ള ഒരു കോഴ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളിൽ നിക്ഷേപിക്കുക. എന്തൊക്കെ ഉണ്ടല്ലേ നമുക്ക് പഠിക്കാനായിട്ട്? ഇംഗ്ലീഷ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടെക്നോളജി, AI, സെയിൽസ്, പബ്ലിക് സ്പീക്കിംഗ്, ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടല്ലേ? ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ ആർക്കും അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനൊന്നും ആകില്ല. നിങ്ങൾക്ക് അത് തന്നെ മതി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെയാ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു അരമണിക്കൂർ ഡെയിലി നടക്കുക. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ല ഭക്ഷണം കഴിക്കുന്നത്, വാരി വലിച്ച് കഴിക്കാതെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്ലീപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്.
ആരോഗ്യമുള്ള ശരീരമാണ് എപ്പോഴും നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ശരിയല്ലേ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നിക്ഷേപിക്കുക. എങ്ങനെയാ നമ്മുടെ മനസ്സിൽ നമ്മൾ നിക്ഷേപിക്കുന്നത്? നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കേണ്ടത്, മനസ്സിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുക. അതെങ്ങനെയാ? നമ്മൾ ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 5 വിഡ്ഢികളോടുകൂടിയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതെങ്കിൽ 6ാമത്തെ വീട്ടിൽ നിങ്ങൾ തന്നെ ആയിരിക്കും. ശരിയല്ലേ? നിങ്ങൾ ആരോടൊപ്പമാണോ സമയം ചെലവഴിക്കുന്നത് അത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. എപ്പോഴും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു കർഷകനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അവന്റെ കയ്യിലെ 2 പവർഫുൾ ആയിട്ടുള്ള വഴികളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അവന്റെ കയ്യിലുള്ള വിത്തുകളെല്ലാം ഇന്ന് തന്നെ ഭക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ചില വിത്തുകൾ മണ്ണിൽ വിതയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യുക എന്നുള്ളത്. ആദ്യത്തെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് സന്തോഷം കിട്ടും അല്ലെ? എന്നാൽ നമ്മൾ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇന്ന് ചെറിയൊരു തുടക്കമാകാം, നാളെ അത് വലിയൊരു സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മണിക്കൂർ, ഇതെന്താണ്? ഇത് ചെലവല്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്നും നമ്മളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സമയങ്ങളാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയാ കുരുതിക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം ആ കളയുന്ന ഒരു മണിക്കൂർ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു വിത്തായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുമോ? 5 വർഷം കഴിഞ്ഞുള്ള എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ എന്ത് നിക്ഷേപമാണ് ചെയ്തത്? നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയേ. നമുക്ക് പണം ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമയം നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റും. പുസ്തകം വായിക്കാം, ഒരു സ്കില്ല് പഠിക്കാം, നമ്മളെ സഹായിക്കുന്ന ഒരു മെന്ററിനെ നമുക്ക് കണ്ടെത്താം, ഒരു പുതിയ ശീലം തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? 1 മണിക്കൂർ. എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭാവി മാറ്റുന്നത് ഭാഗ്യമല്ല, നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചെറിയ നിക്ഷേപങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എന്ത് ചെയ്യണമെന്നറിയോ? സ്വർണത്തിലേക്ക് നിങ്ങളെ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളെ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, കാറിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ നിക്ഷേപിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്ന നിക്ഷേപം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വളർന്നാൽ നിങ്ങളുടെ വരുമാനം വളരും, നിങ്ങളുടെ കുടുംബം വളരും, നിങ്ങളുടെ ജീവിതം വളരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ ഒരു ചിൽഡ്രൻസ് കോച്ചാണ്, ബിസിനസ് കോച്ചാണ്. തീർച്ചയായിട്ടും പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്. പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. ഓരോ ദിവസവും സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും ഒക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം, എനിക്ക് സമയക്കുറവ് കൊണ്ടാണ്. തീർച്ചയായിട്ടും അപ്പം പേഴ്സണൽ സെഷനിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. ജീവിതം മാറ്റിയെടുക്കുക. നമ്മൾ ഈ ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രഗിളിൽ കൂടി തന്നെ നമ്മൾ അതന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നമ്മൾ അതൊന്ന് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള നമുക്ക് വിജയം തരാൻ സഹായിക്കുന്ന മെന്റേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് ആരും ആയിക്കോട്ടെ, എന്നിൽ തന്നെ വരണമെന്നല്ല, ആരെങ്കിലും നല്ല മെന്റേഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് അപ്രോച്ച് ചെയ്തിട്ട് ജീവിതം മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ നരകതുല്യമായ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടവരല്ല. അത് അങ്ങനെ ഒന്നും പ്രപഞ്ചശക്തി ആർക്കും നിങ്ങളിങ്ങനെ തന്നെ ജീവിച്ചു അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.